ഹായ്. ജ്യോതി ദേശ്പാണ്ഡെയുടെ സംവിധാനത്തിൽ 2024 ഇറങ്ങിയ കോമഡി റൊമാൻറ്റിക് ത്രില്ലർ മൂവി ആയിട്ടുള്ള പൊണ്ണൊன்று കണ്ടേ, ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ വസന്ത് രവി, അശോക് സെൽവൻ, ഐശ്വര്യ ലക്ഷ്മി ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ യുവൻ ശങ്കർ രാജയാണ്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം നമുക്ക് നല്ലോണം എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അതിലിടയ്ക്ക് കുറച്ച് സാഡ്നെസ്സും കൊണ്ടുവരുന്നുണ്ട്. എല്ലാം നല്ല വർക്കൗട്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഞാൻ ഈ സിനിമ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ നായകൻ എടുത്ത് പറയാൻ പറ്റില്ല, കാരണം രണ്ടുപേരും നല്ല ഈക്വൽ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ വസന്ത് രവിയും അശോക് സെൽവനും ചെറുപ്പം മുതൽ ഒരു സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂളിൽ പല കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ വഴക്കിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ വലുതായിട്ടും ആ വഴക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഒരു കോളേജിലെയാണോ സ്കൂളിലാണോ എന്തോ ഒരു വാർഷികത്തിന് വേണ്ടിയിട്ട് ഇവർ വീണ്ടും വന്ന് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ അതിലിടയ്ക്ക് വീണ്ടും ആ ഒരു വഴക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ വളരെയധികം ചേഞ്ച് ആയിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും അവര് ഫ്രണ്ട്സ് ആവുകയാണ്. ഫ്രണ്ട്സ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് നമ്മുടെ നായിക കഥാപാത്രം വരുന്നത്. അപ്പോൾ ഇതിലെ വസന്ത് രവിയുടെ ക്യാരക്ടർ ഈ നായികയെ ആദ്യം പരിചയപ്പെടുന്നുണ്ട്. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അപ്പോ ഈ അശോക് സെൽവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഓൾറെഡി ഒരു വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതിലിടയ്ക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കോമഡി ഉണ്ട്. പിന്നെ ഇവർ രണ്ടാരും ഈ പറഞ്ഞ പോലെ ഈ രണ്ടാൾക്കാരും നായിക കഥാപാത്രമായ നമ്മളെ ഐശ്വര്യ ലക്ഷ്മിയെ വീണ്ടും പ്രണയിക്കാൻ നടക്കുന്നതും, ആരാദ്യം കൂടുതൽ പ്രണയിക്കും, ആരാദ്യം കൂടുതൽ, അങ്ങനെയുള്ള ഒരു കോമഡിയും റൊമാൻസും എല്ലാം കലർന്നിട്ടുള്ള ഒരു നല്ലൊരു മൂവിയാണ്. നിങ്ങൾക്ക് ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ മൂവി ഉണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്കും വളരെ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ അഭിപ്രായമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ ചില കോമഡിയൊക്കെ അത്യാവശ്യം നല്ലോണം ചിരിച്ച ഒരു മൂവിയാണ്. എനിക്ക് ഓവറോൾ ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ മൂവി ഉണ്ട്. കണ്ടിട്ട് ഈ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.